ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? P.N. പണിക്കർ. കേരള സർക്കാർ ഏത് വർഷം മുതലാണ് ജൂൺ 19 വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്? 1996. പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി A.K. ആന്റണി. P.N. പണിക്കരുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം ആരംഭിച്ച വർഷം ഏത്? 1945. 1975 കേരള ഗ്രന്ഥശാലാ സംഘത്തിന് യുനെസ്കോയിൽ നിന്ന് ലഭിച്ച അവാർഡ് ഏത്? ക്രിപ്സ്കയ അവാർഡ്. കേരള ഗ്രന്ഥശാലാ നിയമം പാസാക്കിയ വർഷം ഏത്? 1989. ആദ്യം ഈ നിയമം പാസാക്കിയത് തമിഴ്നാടാണ്. P.N. പണിക്കരുടെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ. P.N. പണിക്കർ ജനിച്ചത് 1909 മാർച്ച് 1. ഒരു വായനശാല തുടങ്ങുമ്പോൾ ഒരു ജയിൽ അടയ്ക്കപ്പെടുന്നു എന്ന് പറഞ്ഞതാര്? വിക്ടർ ഹ്യൂഗോ. എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? മലപ്പുറം ജില്ലയിലെ തിരൂർ തൃക്കണ്ടിയൂർ. മലയാളത്തിലെ ആദ്യ നോവൽ ഏത്? മലയാളത്തിലെ ആദ്യത്തെ നോവൽ കുന്തളട. രചിച്ചത് അപ്പു നെടുങ്ങാടി. വർഷം 1887. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണത്തെ നോവൽ ഇന്ദുലേഖ. രചിച്ചത് ചന്തുമേനോൻ. വർഷം 1809. S.K. പൊറ്റക്കാടിന് ജ്ഞാനപീഠം പുരസ്കാരം നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം ഒരു ദേശത്തിൻ്റെ കട. 1980 ഇദ്ദേഹം ഇത് രചിച്ചത്. ആദ്യത്തെ കുമാരനാശാൻ പുരസ്കാരം നേടിയതാര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. O.N.V. കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? അക്ഷരം. 1975. കാൽപ്പനികയുടെ കവി എന്നറിയപ്പെടുന്നതാര്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത്? ഉത്തരം ജ്ഞാനപീഠം പുരസ്കാരം. രണ്ടാമൂഴം എന്ന നോവൽ രചിച്ചതാര്? M.T. വാസുദേവൻ നായർ. ചെമ്മീൻ എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം തകഴി ശിവശങ്കർ പിള്ള. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന കൃതി രചിച്ചതാര്? M. മുകുന്ദൻ. ആരാച്ചാർ എന്ന പ്രശസ്ത നോവൽ രചിച്ചതാര്? K.R. മീര. മതിലുകൾ എന്ന നോവൽ രചിച്ചതാര്? വൈക്കം മുഹമ്മദ് ബഷീർ. 6 സിംഹാസനങ്ങൾ എന്ന നോവൽ രചിച്ചതാര്? ജയമോഹൻ. ബോണസ് ചോദ്യം. നിങ്ങൾക്കായുള്ള ബോണസ് ചോദ്യം ഇതാണ്. ശബ്ദങ്ങൾ എന്ന നോവൽ രചിച്ചത് ആര്? ഉത്തരം കമൻറ്റ് ചെയ്യൂ. ബൈ.